ഒരു ബിഷപ്പ് ഉൾപ്പെടെ 9 മക്കളുടെ അമ്മ സന്യസ്ത ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ബ്രസീലിയൻ സംസ്ഥാനമായ മാറ്റോ ഗ്രോസോ ഡോ സുളിലെ സൗറാഡോസിലെ ബിഷപ്പ് ഹെൻറിക് അപ്പാരസിഡോ ഡി ലീമയുടെ അമ്മയാണ് വിധവയായി 20 വർഷങ്ങൾക്ക് ശേഷം സന്യാസം പുൽകിയിരിക്കുന്നത്. കർത്താവിനും സഭയ്ക്കുമായി സന്യാസിനിയാകുക എന്ന ബാല്യകാല സ്വപ്നം മകനായ ബിഷപ്പിന്റെ പിന്തുണയോടെ സിസ്റ്റർ സെബസ്റ്റ്യാനോയുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടുകയായിരുന്നു. സിസ്റ്റേഴ്സ് ഓഫ് ദ കോപ്പിയസ് റിഡംഷൻ സഭയിൽ അംഗമായ സിസ്റ്റർ സെബസ്റ്റ്യാനോ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട സ്ത്രീകളെ സഹായിക്കുന്നതിനും നിത്യാരാധനയ്ക്കുമായി തന്റെ ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ്. ചെറുപ്രായത്തിൽ തന്നെ സന്യസ്ത ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു എങ്കിലും ജീവിത സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. 1964 ജൂലൈ 28 ജനിച്ച ബിഷപ്പ് ഹെൻറിക് ആദ്യ പുത്രനാണ്. പുരോഹിതനാകാനുള്ള ആഗ്രഹം കുട്ടിക്കാലത്ത് തന്നെ ഉയർന്നു വന്നതാണെന്നും അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും കണ്ടതായും അദ്ദേഹം പറയുന്നു. വീട്ടിൽ എല്ലാ രാത്രിയിലും അമ്മ ഞങ്ങളോടൊപ്പം ജപമാല ചൊല്ലുകയും ബൈബിൾ വായിക്കുകയും ചെയ്യുമായിരുന്നു. എല്ലാവരും ഉറങ്ങാൻ കിടന്ന ശേഷവും അമ്മ പ്രാർത്ഥന തുടരുമായിരുന്നു എന്ന് ബിഷപ്പ് പറഞ്ഞു. മരിക്കുന്നതിനു മുൻപ് രോഗിയായിരുന്ന തന്റെ പിതാവ് സന്യസ്ത ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള അമ്മയുടെ സ്വപ്നം സാധിച്ചു കൊടുക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞിരുന്നതായും ബിഷപ്പ് ACI ഡിജിറ്റലിനോട് പറഞ്ഞു. മതമില്ലാതിരുന്ന പിതാവിനെ മാനസാന്തരപ്പെടുത്തിയത് അമ്മയായിരുന്നുവെന്നും ജപമാല ചൊല്ലി പിതാവ് സമാധാനത്തോടെ മരിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ യജമാനന്മാരല്ല, നാം ദൈവത്തിന് സ്വയം സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മെ എവിടെ എത്തിക്കണമെന്ന് ദൈവത്തിനറിയാം എന്നാണ് സിസ്റ്റർ അമ്മയുടെ പക്ഷം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.